പരിശുദ്ധമായ റമദാൻ മാസം ധാരാളം പ്രത്യേകതകളും ധാരാളം മഹത്വങ്ങളുമുള്ള മാസമാണ്. പ്രധാനമായി 5 പ്രത്യേകതകൾ മറ്റു മാസങ്ങളിൽ നിന്നും റമദാൻ മാസത്തിനുണ്ട്. ഒന്ന്, റമദാനിൽ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതും ശൈത്വാന്മാരെ ചങ്ങലക്കിടപ്പെടുന്നതുമാണ്. അഥവാ അള്ളാഹുവിന്റെ വാത്സല്യവും കരുണയും കണക്കില്ലാതെ വർഷിക്കപ്പെടുന്നതാണ്. മോശമായ പ്രവർത്തനങ്ങളിലോട്ടുള്ള പ്രേരണ കുറയുന്നതാണ്. നന്മയിലോട്ടുള്ള പ്രേരണ കൂടുന്നതുമാണ്. രണ്ടാമത്തെ പ്രത്യേകതയാണ് ധാരാളമായി പാപങ്ങൾ മാപ്പാക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. എത്ര കൊടും പാപങ്ങൾ ചെയ്തവരാണെങ്കിലും ഓരോ പാപത്തെയും അള്ളാഹുവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞ് പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ ഏറ്റവും നല്ല മാസമാണ് റമദാൻ എന്നുള്ളത്. മൂന്നാമത്തെ പ്രത്യേകത, റമദാൻ ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് മറ്റ് മാസങ്ങളേക്കാൾ ഖുർആൻ ധാരാളമായി ഓതുക എന്നുള്ളത് റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാലാമതായി, ധാരാളം ആളുകളെ നരകത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. നരകമോചനത്തിനായി അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ളത്. അഞ്ചാമതായി, കണക്കില്ലാതെ പ്രതിഫലങ്ങൾ ഓരോ അമലിനും വാരിക്കോരി നൽകപ്പെടുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും നന്മകൾക്ക് പോലും കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ നന്മകളിലും റമദാൻ മാസത്തിൽ മുന്നേറുകയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് ധാരാളം നന്മകൾ കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് റമദാനിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്.